ജീവിത മുഹൂർത്തങ്ങൾ മനസ്സിലുയർത്തും വികാരങ്ങൾ മറക്കുവാനാകാത്ത നിമിഷങ്ങൾ മറയ്ക്കുവാനാകാത്ത കനലുകൾ 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 കനലുകൾ. താനിരിക്കുക, സ്വാമിജി ഇപ്പോൾ വരും. സ്വാമിജി വന്നിട്ട് പോയാൽ മതി, വഴിയുണ്ടാക്കാം. പക്ഷേ സ്വാമിജി എവിടെ? സ്വാമിജി ഇപ്പോൾ വരും. ഇയാൾ സ്വാമിജിയെ കാണാനിരിക്കാരാ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇയാൾ മഹാരാഷ്ട്രക്കാരനാണ്, പേര് ലിംബാള്. അല്ല, എന്താ കാര്യം? മാലിന്യ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നത് തടയാൻ പ്ലാൻ ഉണ്ടെന്ന് അറിഞ്ഞു. ആരാ? DK ആൾക്കാർ തന്നെ. ഓഹോ, എന്താ പ്രശ്നം? നാട്ടിൽ നന്മ ചെയ്യാൻ സ്വാമിജി തീരുമാനിച്ചതാ. അതിനെതിരെയാണ് ഇപ്പൊ എല്ലാരും തിരിഞ്ഞിരിക്കുന്നത്. കലികാലം അല്ലാതെ എന്താ? അതിപ്പോ എല്ലാത്തും അങ്ങനെ തന്നെയാണ്. ആര് നല്ല ചെയ്താലും അതിന് എതിർക്കാളുണ്ടാവും. സ്വാമിജിയോട് വിവരം പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ, നമസ്കാരം. നമസ്കാരം. മഹാരാഷ്ട്രയിലെ ദളിതരാണ് നിങ്ങളല്ലേ? അതെ. മാതാപിതാക്കൾ? അതാരാന്ന് എനക്കെണ്ണ അറിയില്ല. നിത്യവൃത്തി എങ്ങനെ? വലിയ വീട്ടിലെ ഉച്ചിഷ്ടവും ചത്ത മൃഗങ്ങളുടെ മാംസമൊക്കെ അത്രേ ഇവരുടെ ഭക്ഷണം. ഓഹോ, വിദ്യാഭ്യാസം? ഞങ്ങൾക്ക് അത് 6 തരും. അപ്പോൾ നിങ്ങളുടെ വംശം മുഖ്യധാരയിലെത്താൻ ഇനിയും കാലമെടുക്കുന്ന അർത്ഥം. ആരൊക്കെ ഭരിച്ചിട്ടും സമത്വം ഭൂമിയിൽ വന്നിട്ടില്ലല്ലോ. ഇനി എന്നാണാവോ ഇതൊക്കെ വരിക? എന്നിട്ടും നാം എല്ലാം ഒന്നാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നനായ ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും ശുനകനെയും ചണ്ടാലനെയും ഒരേ ഭാവത്തിൽ കാണുന്നവരാണ് ജ്ഞാനികൾ. ആ അർത്ഥത്തിലാണ് എല്ലാവരും ഒന്നാണെന്ന് പറയുന്നത്. ആ ശരി സ്വാമിജി. ഗുരുജി, ഇതാണ് ലിംബാൾ, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാ. നമസ്തേ ഗുരുജി. സ്വാമിജിയെ കണ്ടോ? കണ്ടു. ഇത്തിരി ചൂടിലാണെന്ന് തോന്നണേ. എന്താ കാര്യം? നാടാകെ മാലിന്യം നിറഞ്ഞ് ജനങ്ങൾ നാട് വിടാൻ തയ്യാറെടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു പോമഴി എല്ലാം ഇങ്ങോട്ട് വലിച്ചു വാരി കൊണ്ടുവരാൻ. അതിനിപ്പോഴെന്തു പറ്റി? ഈ ആശ്രമ പരിസരത്തെ മലിനീകരിക്കാൻ സ്വാമിജി നേതൃത്വം കൊടുക്കുന്നത് ശരിയല്ല. നാടാകെ മാലിന്യം നിറഞ്ഞു കിടക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമല്ലേ? എന്നാലല്ലേ ചുളുവിലയ്ക്ക് സ്ഥലം വാങ്ങിച്ച് ലാഭം കൊയ്യാനൊക്കുള്ളൂ. ഇവനിവിടെ എന്താ കാര്യം? എന്നെ കാണാൻ പലരും ഇവിടെ വരും. അങ്ങനെ പലർക്കും കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല ഈ ആശ്രമ പരിസരം. സ്വാമിജി, മാലിന്യം കയറ്റിയ ലോറികളോട് ഗുണ്ടകൾ തടഞ്ഞിട്ടിരിക്കുക. ഗുണ്ടകളല്ലടോ, ഈ ആശ്രമത്തെ സ്നേഹിക്കുന്ന ജനങ്ങളാണത്. അതെ അതെ, നാട്ടിലെ എല്ലാ അനാശ്വാസ പ്രവർത്തനങ്ങൾക്കും പങ്കെടുക്കുന്നവർ അവിടെ കൂടിയിരിക്കുന്നു. അതൊന്നും താൻ അന്വേഷിക്കേണ്ട കാര്യമല്ല. ആശ്രമത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം. സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി യത്നിക്കുന്ന സ്വാമിജിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാവും. മാലിന്യ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നതാണോ സാമൂഹ്യ നന്മ? ഈ ആശ്രമത്തിലെ തരിശുഭൂമി ഫലഭൂയിഷ്ടമാക്കാൻ ഈ മാലിന്യം വളമായി ഉപകരിക്കും. മാലിന്യം സംസ്കരിക്കാനുള്ള എല്ലാ ഉപാധികളും സ്വാമിജി ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എന്താ ഇപ്പൊ പ്രശ്നം? ആരനുകൂലിച്ചാലും മാലിന്യ ആശ്രമത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പൊളിയും അല്ലേ സാറേ? കഷ്ടം. ഇത്തരം മാലിന്യങ്ങളാണ് ഇവിടെ നിന്ന് ആദ്യം തുടച്ചു നീക്കേണ്ടത്. അതിനെ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. മനുഷ്യരുടെ മനസ്സിലെ മാലിന്യമാണ് ആദ്യം നീക്കേണ്ടത്. ശുദ്ധമായ പരിസരം സൃഷ്ടിക്കുവാൻ നാം ഓരോരുത്തരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം.